പൂന്താനം ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ ജീവിതചരിതം. ആചാര്യപാദ തീർത്ഥ ഭക്തി സുദർശൻ സ്വാമി എഴുതിയത്. ഇതിൻ്റെ ആമുഖമാണ് വായിക്കുന്നത്. ആരാണ് പൂന്താനം? ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 93 വയസ്സ് ജീവിച്ചിരുന്ന പൂന്താനം നമ്പൂതിരിപ്പാടിനെ കുറിച്ചുള്ള ഈ ചോദ്യത്തിന് പല വ്യക്തികളും പല രീതിയിലാണ് ഉത്തരം നൽകുന്നത്. അദ്ദേഹം ഒരു കവിയായിരുന്നു. സംസ്കൃതമറിയാത്ത ഒരു പാവം ബ്രാഹ്മണനായിരുന്നു. ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെട്ട ഭക്തനാണ്. കുട്ടികളില്ലാതെ ഒരുപാട് ദുഃഖിച്ചു. ഒടുവിൽ ഉടലോടെ വൈകുണ്ഠത്തിലേക്ക് പോയി. തുടങ്ങി പല രീതിയിലുള്ള ഉത്തരങ്ങളാവും കിട്ടുന്നത്. പൂന്താനം ഒരു യാഥാർത്ഥ്യമല്ല, ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് പറയുന്ന വ്യക്തികളുമുണ്ട്. ചില ഐതിഹാസിക പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ പൂന്താനത്തെ ഒരു ഐതിഹാസിക കഥാപാത്രമായി കണ്ട് അദ്ദേഹത്തിൻ്റെ ദ്രവ്യ ഗുണങ്ങളെയൊന്നും പരാമർശിക്കാതെ അദ്ദേഹത്തിൻ്റെ ഭഗവത് സാക്ഷാത്കാരത്തെയും ആത്മസാക്ഷാത്കാരത്തെയും കുറിച്ചൊന്നും വർണ്ണിക്കാതെ അദ്ദേഹത്തിൻ്റെ അത്ഭുത സ്ഥിതികളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു കവി എന്നു മാത്രം പറയുന്നു. നിർഭാഗ്യവശാൽ പൂന്താനം നമ്പൂതിരിപ്പാടിനെക്കുറിച്ച് ആധികാരികമായ ഒരു ജീവിത ചരിത്രം ആരും തന്നെ എഴുതിയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി അഥവാ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അത് നഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ട് അടിയൻ്റെ നിർദ്ദേശപ്രകാരം ശിഷ്യർ നടത്തിയ അന്വേഷണങ്ങളുടെ ഫലമായി പല ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പരമ്പരാഗതമായി കേട്ടറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും അതുകൂടാതെ അടിയന് ഗുരുപരമ്പരയിലൂടെ ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിലും തിട്ടപ്പെടുത്തിയതാണ് ഈ ഗ്രന്ഥം. ഇത് നമ്മുടെ രചനയാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. ഈ ഒരു ഗ്രന്ഥം തയ്യാറാക്കാൻ ഒരുപാട് സ്രോതസ്സുകളുടെ സഹായം തേടിയിട്ടുണ്ട്. പല സ്രോതസ്സുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച സമയത്ത് അവരുടേതായ ചില സങ്കല്പങ്ങളും കൂടിച്ചേരുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ മാറ്റിവെച്ച് വർഷങ്ങളായി നമ്മൾ പൂന്താനം നമ്പൂതിരിപ്പാടിനെക്കുറിച്ച് കേട്ടറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സർവോപരി ഗുരുവായൂരപ്പൻ്റെയും പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെയും അനുഗ്രഹത്താലും കാരുണ്യത്താലും അടിയന് ലഭിച്ച സാക്ഷാത്കാരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഗ്രന്ഥം അടിയൻ്റെ ശിഷ്യർ രചിച്ചിരിക്കുന്നത്. ഈ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ വായനക്കാർക്ക് പൂന്താനം നമ്പൂതിരിപ്പാടിനെ കൂടുതൽ അടുത്തറിയുവാനും അദ്ദേഹത്തിലുള്ള ആദരവ് വർദ്ധിപ്പിക്കുവാനും സർവോപരി അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. ഇതൊരു സാങ്കല്പിക രചനയല്ല. അടിയൻ്റെ കഴിഞ്ഞ 17 വർഷത്തിന് വിശ്രമ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരങ്ങൾ കൂടിയാണ്. എല്ലാ വായനക്കാരും തുറന്ന മനസ്സോടെ ഈ ഗ്രന്ഥം വായിക്കണമെന്ന് അടിയൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു എന്ന് പരംപൂജ്യ ജയാപതാക സ്വാമി ഗുരു മഹാരാജ പിന്നെ അടിയൻ സമർപ്പിക്കുന്നു. ഈ അടിയൻ എന്ന് പറഞ്ഞത് ആചാര്യപാദ തീർത്ഥ ഭക്തി സുദർശൻ സ്വാമി.